നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഇബ്സൺ മെലോയ്ക്ക് ഒരു പകരക്കാരൻ എന്നതിൽ ഒരു സ്ട്രൈക്കറെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ടോമി ജുറിച്ച് എന്ന് പറഞ്ഞിട്ടൊരു ഓസ്ട്രേലിയൻ സെൻട്രൽ ഫോർവേഡിനെയാണ് ടീമിൽ എത്തിക്കുന്നത്. ഇപ്പം നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തപ്പോൾ എക്സ്ട്രാ ടൈമിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു യാസർ ഹമീദ് ക്ലബ്ബുമായിട്ട് വേർപിരിയുന്നു, അതിന് പകരമായിരിക്കും ഹംസ എന്ന സെൻട്രൽ ബാക്ക് വരുന്നത് എന്നുള്ളത്. അപ്പം ഇനിയൊരു ഏഷ്യൻ ഒരു ഫോർവേഡ് വരാനുള്ള സാധ്യതകളെ പറ്റി ഏതായാലും ഇപ്പോൾ ഡിഫറെൻറ്റ് ഔട്ട്ലെറ്റ്സ് റിപ്പോർട്ട് ചെയ്യുന്നു ഈ ഒരു താരം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിലെത്തും. ഇപ്പോൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഒരു ക്ലൂ എന്ന നിലയ്ക്ക് കൊടുത്തു കഴിഞ്ഞു. അതിനുശേഷമാണ് ഈ പറഞ്ഞ വെബ്സൈറ്റുകളും അല്ലെങ്കിൽ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഈ ഒരു ഓസ്ട്രേലിയൻ സെൻട്രൽ ഫോർവേഡ് എത്തുന്നു എന്നുള്ളത്. നമുക്കറിയാലോ, ഇപ്പം നിലവിലുള്ള നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ താരമായിട്ടുള്ള നെസ്റ്റ ആബി, അദ്ദേഹമാണ് ഒരു സെൻട്രൽ ഫോർവേഡ് എന്ന നിലയിൽ കളിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തെ ഒരു പ്യുവർ സെൻട്രൽ ഫോർവേഡ് എന്ന നിലയിൽ നമുക്ക് പറയാൻ പറ്റില്ല. അദ്ദേഹം ഒരു സെക്കൻഡ് സ്ട്രൈക്കറോ അല്ലെങ്കിൽ ഒരു എഎംഒ ആ ഒരു കൈൻഡ് ഓഫ് പ്ലെയർ ആണ്. പക്ഷേ അദ്ദേഹത്തെയാണ് അവിടെ കളിപ്പിക്കുന്നത്. ഇപ്പം ഇബ്സൺ മെലോ ആണെങ്കിലും അത്രമേലൊരു മികവ് നോർത്ത് ഈസ്റ്റിന് വേണ്ടി കാട്ടിയില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ആ ഒരു ജനുവരി ട്രാൻസ്ഫർ ജാലകം അവർ ഉപയോഗപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഒരു 32 വയസ്സുകാരനായിട്ടുള്ള ഒരു താരത്തിലേക്ക് വരുന്ന സമയത്ത് ഇദ്ദേഹം ഓസ്ട്രേലിയയിലാണ് ജനിച്ചെങ്കിലും ഇദ്ദേഹത്തിൻ്റെ പേരൻസിന് ക്രൊയേഷ്യൻ കണക്ഷൻസ് ഉണ്ട്. അതായത് ഫാദർ ക്രൊയേഷ്യൻ ബോസ്നിയനാണ്, അതുപോലെ മദർ ഒരു ക്രൊയേഷ്യക്കാരിയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം ആയിരിക്കണം അദ്ദേഹം ഒരു യൂത്ത് കരിയറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ക്രൊയേഷ്യയിൽ ചെലവഴിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു സീനിയർ കരിയർ ആരംഭിക്കുന്നത്. അതിനുശേഷമാണ് അദ്ദേഹം എ ലീഗിലേക്ക് 2013 കാലഘട്ടത്തിലേക്ക് എത്തുന്നത്. അതിനുശേഷം അദ്ദേഹം എ ലീഗിലെ ഡിഫറെൻറ്റ് ക്ലബ്സിലേക്ക് കളിച്ചിട്ടുണ്ട്. അഡ്ലൈഡ് യുണൈറ്റഡ്, അതുപോലെ മെൽബൺ വിക്ടറിയിൽ കളിച്ചിട്ടുണ്ട്, മക്കാത്തറിൽ കളിച്ചിട്ടുണ്ട്, വെസ്റ്റേൺ സിഡ്നി വാണ്ടേഴ്സിൽ കളിച്ചിട്ടുണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് ക്ലബ്സിലേക്ക് കളിച്ചിട്ടുണ്ട്. ഈ ഒരു കാലയളവിൽ തന്നെ ഇടയ്ക്ക് അദ്ദേഹം യൂറോപ്പിലും പോയി കളിച്ചിട്ടുണ്ട്. ഇപ്പം സ്വിറ്റ്സർലൻഡിലെ ടോപ്പ് ടയറിൽ അദ്ദേഹം നിരവധി മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. അതുപോലെ ബൾഗേറിയയിൽ അദ്ദേഹം പോയി കളിച്ചിട്ടുണ്ട്, ഡച്ച് ലീഗിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കരിയർ നോക്കി കഴിഞ്ഞാൽ ഇപ്പം ഒരു സ്ട്രൈക്കർ എന്ന നിലയിൽ നമുക്ക് ഗോളൊന്ന് പരിശോധിക്കണമല്ലോ. അപ്പോൾ 223 മത്സരങ്ങളിൽ നിന്ന് 64 ഗോളുകളാണ് തൻ്റെ കരിയറിൽ നേടിയുള്ളത്. അതൊരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റാറ്റാണ് അദ്ദേഹം കളിച്ചിട്ടുള്ള ലീഗുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ. ഇപ്പോൾ ഞാൻ പറഞ്ഞ എ ലീഗിലാണ് ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ചതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അദ്ദേഹം സ്വിറ്റ്സർലൻഡിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു ബെസ്റ്റ് കരിയർ ഒരു ഗോൾ സ്കോറർ എന്ന നിലയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ അദ്ദേഹം ഓസ്ട്രേലിയക്ക് വേണ്ടിയും നിരവധി മത്സരങ്ങൾ, അതായത് 41 മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്, 8 ഗോളുകളാണ് സ്കോർ ചെയ്തിട്ടുള്ളത്. വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻസ്, ഏഷ്യൻ കപ്പൊക്കെ അടക്കം അദ്ദേഹം കളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. വേൾഡ് കപ്പിൽ 2018 കളിച്ചത്, 3 മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2015 ഏഷ്യൻ കപ്പ് വിൻ ചെയ്തിട്ടുള്ള ഓസ്ട്രേലിയൻ ടീമിൻ്റെ ഭാഗം കൂടിയായിരുന്നു ഇദ്ദേഹം എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ഇൻ്റർനാഷണൽ കരിയറിൽ ജപ്പാൻ, സൗദി അറേബ്യ, ജർമ്മനി പോലെയുള്ള ടീമുകൾക്കെതിരെ ഗോൾ സ്കോറും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ 2014 AFC ചാമ്പ്യൻസ് ലീഗ് വിൻ ചെയ്തിട്ടുള്ള വെസ്റ്റേൺ സിഡ്നി വാണ്ടേഴ്സിലും അദ്ദേഹം കളിച്ചിട്ടുണ്ട്. ആ ഒരു വർഷത്തെ ACLൻ്റെ ഡ്രീം ടീമിലും ഒക്കെ ഇടം പിടിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു താരമാണ് അദ്ദേഹം. ഏറ്റവും കൂടുതൽ അദ്ദേഹം കളിച്ചത് ഓസ്ട്രേലിയൻ ക്ലബ്ബായിട്ടുള്ള മെൽബൺ വിക്ടറിയിലാണ്. പക്ഷേ അവിടെ അത്ര ഒരു മികവ് അദ്ദേഹത്തിന് കാട്ടാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. കാരണം 2022 സീസൺ മുതൽ, അതായത് 2022 ജൂൺ മുതൽ അദ്ദേഹം അവിടെ കളിക്കുന്നുണ്ട്. പക്ഷേ 7 മത്സരങ്ങളിലാണ് ഞാൻ നോക്കിയപ്പോൾ അദ്ദേഹം ആകെ കളിച്ചിട്ടുള്ളത്, 1 ഗോൾ സ്കോർ ചെയ്തിട്ടുള്ളൂ. അപ്പം സമീപകാലത്തെ റെക്കോർഡ് അത്ര മികച്ചതല്ല എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിലേക്ക് വരുമ്പോൾ അത് ആ ഒരു സ്കോറിങ്ങിൽ അദ്ദേഹത്തെ ഏത് നിലയിലേക്ക് ഉയരാൻ കഴിയുമെന്നുള്ളത് നമുക്ക് ഇവിടെ വന്ന് കളിച്ചതിന് ശേഷം കണ്ടറിയാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ഇമ്പ്രസീവ് ആയിട്ടുള്ളൊരു സ്റ്റാറ്റും പ്രൊഫൈലും ഒക്കെ ഉണ്ട്. കഴിഞ്ഞ സീസണുകളാണ് അത്ര ഒരു മികവിലേക്ക് വരാത്തത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായും കമ്പോസിൽ കാണിക്കും. നടന്ന വിഷയം സൈൻ.